ഇപ്പോഴത്തെ പിള്ളേരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന്. പിള്ളേരെ വളർത്തുമ്പോ അടിച്ച് വളർത്തണം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. അടി കിട്ടിയിട്ട് വന്ന് ഇരിക്കണണ്ടില്ല ഒരു ഉളുപ്പില്ലാതെ. ഇവനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് കുടുംബത്തിന്. എനിക്ക് എന്താ വേണ്ടേ? ചിക്കൻ പീസ് എന്നാ പിടിച്ചോ, ലെഗ് പീസ് തന്നെ പിടിച്ചോ, കഴിക്കടാ. ചേട്ടൻ എന്താ വേണ്ടേ? പിന്നെന്താ? നീ ആരോടാ എന്താ പറഞ്ഞതല്ലേ? അവൻ പറഞ്ഞ കേട്ടില്ലേ ചേട്ടാ? അവൻ പറഞ്ഞില്ല എന്താണോ തെറ്റ്? അവനെ മറ്റേ കാര്യം നോക്കിയാ പോരെ. അങ്ങനെയാണെങ്കിൽ എന്തിനാ എന്ത് മാത്രം തല്ലോടാ? പപ്പ വേണ്ട. എടാ എന്റെ മകനെ തല്ല നിനക്കെന്താടാ യോഗ്യത? എടാ നിന്റെ കാര്യം ആലോചിച്ച് ആദ്യം പിടിച്ചിട്ടാണ് അപ്പ നേരത്തെ അങ്ങ് പോയത്, അറിയോ? എന്നിട്ട് അപ്പന്റെ ഒരു കടമുറി ഞാനാ നിനക്ക് തന്നത്. അതുകൊണ്ട് നീ ഇപ്പൊ ജീവിക്കുന്നു. എന്നിട്ട് അവന്റെ കഴിവിന്റെ കഥ ഉണ്ടാക്കാൻ നടക്കുന്നു. എടാ എടാ എന്തുവാണ്? നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നീ ഇങ്ങനെ ആണോ? പറയേണ്ട കാര്യം എവിടെ വെച്ചാണേലും ആരുടെ മുന്നിലാണേലും പറയണം. അങ്ങനെയാണ് കുറച്ചു മുമ്പ് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഇത് ഇപ്പൊ ഇവിടെ പറഞ്ഞാലേ ശരിയാത്തുള്ളൂ. നാലാളെ മുന്നിൽ വെച്ച് പറഞ്ഞാലേ ഇവനൊക്കെ നാണം കെടുള്ളൂ. എടാ ജോലി കൂലിയില്ലാതെ തെക്കോടെ തെണ്ടി നടക്കുന്ന ഇവന് വേണ്ടി വക്കാലത്ത് പറയുന്ന നിനക്ക് നാണമില്ലേ? നിനക്ക് എത്ര വയസ്സായടാ? നിന്റെ വയസ്സ് പറയടാ. 26. ഇവന്റെ പ്രായത്തിൽ നിങ്ങൾ എന്നാ ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാണക്കേടിന്റെ കാര്യം, പാതിരാത്രി അയൽ വീട്ടിലെ പെണ്ണിന്റെ വീട്ടിലെ കോഴിക്കോട്ടിൽ നിന്ന് നാട്ടുകാർ പിടിച്ചു കെട്ടിയപ്പോ അന്ന് നമ്മുടെ അപ്പ അനുഭവിച്ച നാണക്കേടിന്റെ 1000-1 ഇവൻ കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ ഒരാൾ ഉപദേശിക്കാൻ പോകുമ്പോ താനാളായോ എന്ന് ആലോചിക്കണം, എന്നിട്ട് ഉപദേശിക്കാൻ വരണം. എന്റെ മകൻ എങ്ങനെ ജീവിക്കണം അവനറിയാം. അവൻ ആരുടെ ഉപദേശമൊന്നും വേണ്ട. പോടാ.